കേരളത്തിൽ സ്വകാര്യ ആശുപത്രികൾ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ വലിയ തോതിൽ കേരളത്തിന് വെളിയിലുള്ള വലിയ സാമ്പത്തിക അധീശ ശക്തികൾ കേരളത്തിൽ വന്ന് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ വലിയ തോതിൽ പണം മുടക്കിക്കൊണ്ടിരിക്കുകയാണ്. വൻകിട കുത്തകകളാണ് കേരളം മുഴുവൻ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും ആയിരക്കണക്കിന് കോടി രൂപ ഈ രംഗത്ത് നിക്ഷേപിച്ചിരിക്കുന്നത്. അതേസമയം സർക്കാർ ആശുപത്രികൾ പൂർണ്ണമായിട്ട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആവശ്യത്തിന് മരുന്നില്ല, ചികിത്സിക്കാനുള്ള മറ്റ് സൗകര്യങ്ങളില്ല, സർജിക്കൽ എക്യുപ്മെൻറ്റ്സ് ഇല്ല, ഡോക്ടർമാരില്ല, നഴ്സുമാരില്ല, ആരോഗ്യ പ്രവർത്തകരില്ല, യാതൊരു കരുതലുമില്ല. മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ പോലും ഒരു കാര്യത്തിനും സർക്കാർ ആശുപത്രികളെ സമീപിക്കുന്നില്ല. ദയനീയമായൊരു ചിത്രമാണിത്. കേരളത്തിലെ ഒരു മന്ത്രിയും സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടുന്നില്ല. മുഖ്യമന്ത്രിയോ പാർട്ടിയുടെ ഉന്നത നേതാക്കളോ അവരുടെ കുടുംബാംഗങ്ങളോ പ്രസിദ്ധമായിട്ടുള്ള കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ പോകുന്നേയില്ല. അത് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. പൊതുജനാരോഗ്യ മേഖലയെ പൂർണ്ണമായിട്ടും തകർത്ത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി വിടുപണി ചെയ്യുകയാണ് ഈ സർക്കാർ. ഇപ്പോൾ കാണുന്ന എല്ലാ പ്രതിസന്ധിക്കും അടിസ്ഥാനപരമായ കാരണം അതാണ്. കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന പണം ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ ഈ സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളതും ഗൗരവതരമായ വിഷയമാണ്. അതുകൊണ്ട് ഇതൊരു കോട്ടയത്തെ ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, പൊതുജനാരോഗ്യ മേഖലയിലെ സമ്പൂർണ്ണമായ തകർച്ചയ്ക്കെതിരാണ് BJPയുടെ ഈ സമരം. ഈ സർക്കാർ പറയുന്നത് UDFും BJPയും ഈ സ്വകാര്യ ലോബിക്ക് വേണ്ടിയാണ് ഈ സമരം നടത്തുന്നതെന്നാണ്. അവരെ സഹായിക്കുന്നതിന് വേണ്ടി അങ്ങനെയല്ല നടത്തുന്നു. UDFും BJPയും വിചാരിച്ചിട്ടല്ലല്ലോ ആയിരക്കണക്കിന് കോടി രൂപ മുതൽ മുടക്കി വൻകിട കുത്തകകൾ കേരളത്തിൽ ആശുപത്രികൾ തുടങ്ങാൻ വേണ്ടി വരുന്നത്. ഈ സർക്കാരിൻ്റെ നയം മനസ്സിലാക്കിയിട്ടാണ് അവർ ഈ രംഗത്ത് നമ്മളൊരു കാര്യം ആലോചിക്കണം. സാമ്പത്തിക രംഗത്തെക്കുറിച്ച് അറിയുന്ന എല്ലാവർക്കും അറിയാം. അടുത്ത 20-25 കൊല്ലത്തെ ഏറ്റവും വലിയ ലാഭം ഉണ്ടാവുന്ന ബിസിനസ് ആശുപത്രിയും അതുപോലെ അതുമായി ബന്ധപ്പെട്ട ആരോഗ്യ ബിസിനസ്സാണ്. അവിടെയാണ് വൻകിട കുത്തകകൾ കേരളത്തിൽ കൈവച്ചിരിക്കുന്നത്. മറ്റൊരു സംസ്ഥാനത്തും കാണാത്ത ഒരു പ്രതിഭാസമാണ്. മറ്റ് സംസ്ഥാനങ്ങളിലെ ആശുപത്രികളല്ലേ ഇങ്ങോട്ട് വരുന്നത്? അപ്പോൾ അവിടെയും ഇത്തരം സംവിധാനം അല്ല, അവരിങ്ങോട്ട് വരുന്നതിനെ ആരും എതിർക്കുന്നില്ല. പക്ഷേ അവർ മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. സർക്കാർ ആശുപത്രികൾ പ്രവർത്തിക്കുന്നേ ഇല്ല. അതാണ് പ്രശ്നം. ഞാൻ ചോദിക്കട്ടെ, സർക്കാർ ആശുപത്രികളെ സംരക്ഷിക്കാൻ, ഉദാഹരണത്തിന് പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കാൻ നമ്മളെ രക്ഷിതാക്കളും നാട്ടുകാർ രാഷ്ട്രീയ പാർട്ടികൾ എന്താ ചെയ്തത്? എല്ലാവരും ചേർന്ന് നമ്മളെ കുട്ടികളെ സർക്കാർ സ്കൂളുകളിൽ അയക്കാൻ ശ്രമിച്ചു. അതിൻ്റെ ഗുണമുണ്ടായി. പക്ഷേ സർക്കാർ ആശുപത്രിയിൽ ഒരു മന്ത്രി പോകുന്നുണ്ടോ? കേരളത്തിൽ ഏതെങ്കിലും ഒരു സർക്കാർ ആശുപത്രിയിൽ മുഖ്യമന്ത്രി പോയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മന്ത്രി പോയിട്ടുണ്ടോ? അപ്പോൾ അതിനർത്ഥം എന്താണ്? നൽകുന്ന സന്ദേശം എന്താണ്? വളരെ വ്യക്തമാണ്. അതിന് DYFI 2 ജന്മം കൂടി ജനിക്കണം. DYFIക്കാരല്ല, ആരാണ് അവന്മാർ ഇവിടുത്തെ? തെരുവിൽ നേരിടാൻ വന്നാൽ DYFIക്കാർ പിന്നെ ഈ തിരിഞ്ഞു നോക്കാൻ ആളുണ്ടാവില്ല അവർക്ക്. അത് അത്തരം ഭീഷണിയൊന്നും വേണ്ട. പറയുന്നത് ഈ ആരോഗ്യ മേഖലയുടെ സംരക്ഷണമോ അതിന്റെ നല്ല രീതിയിലുള്ള പോക്കോ അല്ല, വീണ ജോർജിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഈ സമരങ്ങളൊക്കെ നടക്കുന്നത് എന്നൊരു വാദം കൂടി അവർക്ക് ഉന്നയിക്കുന്നത്. വീണ എന്ന് പറയുമ്പോഴേക്ക് CPM-മാർക്ക് ഭ്രാന്തളകുകയാണ്. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. വീണ എന്ന് കേൾക്കുമ്പോഴേക്കും ഇതൊരു വീണ ജോർജിനെതിരെ മാത്രമുള്ള സമരമല്ല, ഈ സർക്കാരിൻ്റെ നയത്തിനെതിരായിട്ടുള്ള സമരമാണ്. സർക്കാർ പൊതുജനാരോഗ്യം തകർത്ത് സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നതിനെതിരായിട്ടുള്ള വലിയ ഒരു ആശയപരമായിട്ടുള്ള പോരാട്ടമാണ്. ഈ മറ്റൊരു കാര്യം, നമ്മുടെ BJPയിലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇപ്പോൾ വലിയ തോതിലുള്ള ചർച്ച വരുന്നു. രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം നിങ്ങളെ പോലുള്ള ആളുകളെയൊക്കെ ഇങ്ങനെ തഴഞ്ഞ് മൂലക്കിരുത്തുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. വലിയ ഒരു ചർച്ച ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ ഈ പറയുന്ന ചർച്ചയല്ലാതെ ഇങ്ങനെയുള്ള ഒരു ചർച്ച ഞാൻ കേട്ടിട്ടില്ല. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ജ്യോതി മൽഹോത്ര കേരളത്തിൽ വന്ന് അത് പറയണത്. വിഷയത്തിൽ എന്താണ് BJPയുടെ? അല്ല, ഞാൻ 1 മാസം 5 ദിവസം മുമ്പ് ഈ കാര്യം പറഞ്ഞതാണ്. ജ്യോതി മൽഹോത്രയെ സർക്കാർ സ്പോൺസർ ചെയ്താണ്, ടൂറിസം വകുപ്പ് സ്പോൺസർ ചെയ്താണ് ഇവിടെ കൊണ്ടുവന്നത്. അതിനുള്ള കാരണം ജ്യോതി മൽഹോത്ര കഴിഞ്ഞ 1 വർഷത്തിലധികമായി നടത്തുന്ന ഇന്ത്യ വിരുദ്ധ പ്രചരണങ്ങളിൽ ആകൃഷ്ടനായിട്ടാണ് മുഹമ്മദ് റിയാസിൻ്റെ വകുപ്പ് അവരെ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തിയത്. കാരണം ജ്യോതി മൽഹോത്ര കഴിഞ്ഞ 1-1.5 വർഷമായിട്ട് ഇന്ത്യക്കെതിരായി, ഈ നാടിനെതിരായി
പാകിസ്ഥാൻ അനുകൂലമായി വലിയ തോതിലുള്ള ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. മുഹമ്മദ് റിയാസിനും സംഘത്തിനും മനസ്സിലായി ഇത് നല്ല കൊള്ളാവുന്ന ഒരാളാണ്, ഇന്ത്യക്കെതിരായി പ്രവർത്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് അവരെ ഇവിടെ ഈ ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ വിളിക്കണം. അതാണ് സത്യം. അല്ലാതെ അതിൽ വേറെ മന്ത്രി രോഷാഹുലിനായിട്ട് കാര്യമില്ല. ജ്യോതി മൽഹോത്രയെ അറിയാതെ കൊണ്ടുവന്നതല്ല. അവരുടെ ബ്ലോഗുകളൊക്കെ സഖാക്കന്മാർ കണ്ട് അത് ഇന്ത്യക്കെതിരായിട്ടുള്ള ബ്ലോഗുകളാണ്. അവർ നടത്തുന്ന വീഡിയോ യൂട്യൂബ് പ്രദർശനങ്ങളിലെല്ലാം ഇന്ത്യയെ തകർക്കുന്നതാണ്. അത് ശരിക്കും മുഹമ്മദ് റിയാസിന് മനസ്സിലായി. അങ്ങനെയാണ് അവരെ ക്ഷണിച്ച് ഇവിടെ കൊണ്ടുവന്നത്. അല്ല, അവരിപ്പോൾ ഓൾറെഡി അന്വേഷണത്തിലാണല്ലോ. ആ കേസിൽ അവർ ജയിലിലാണ്. അല്ലല്ല, ഞാൻ ചോദിക്കട്ടെ, നമ്മളെ നാട്ടിലെ ഒരു സർക്കാർ വകുപ്പിന് പ്രൊമോഷൻ നൽകാൻ ആരെയാണ് കൊണ്ടുവരുന്നത് എന്നുള്ളതിന് ഒരു അന്വേഷണവും ഇല്ലേ, ഒരു പരിശോധനയില്ലേ? അപ്പോൾ പരിശോധന ഇല്ല എന്ന് പറയുന്നത് ഒഴിഞ്ഞു മാറലാണ്. ശരിക്കും മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് അവരെ ഇവിടെ കൊണ്ടുവന്നത്. അവർക്ക് ഈ കേരളത്തിലൊക്കെ എത്താനുള്ള സംവിധാനം എങ്ങനെ? നമ്മുടെ കേന്ദ്ര ഇന്റലിജൻസ് അല്ലല്ല, അപ്പൊ നിങ്ങൾ കേൾക്കൂ, നാട്ടിൽ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകയെ വസ്തുതകളുടെ അടിസ്ഥാനത്തിലല്ലാതെ പിടിക്കുമ്പോൾ നിങ്ങൾ ഈ കൊടയായിട്ട് എന്താ ഇവിടെ വന്നിട്ട് പറയുക? അല്ലോ, ഇവിടെ പത്രസ്വാതന്ത്ര്യം നിശ്ചയിച്ചു. അവരെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ കിട്ടിയപ്പോഴാണ് അവരെ അറസ്റ്റ് ചെയ്തത്. പക്ഷെ അവർ നടത്തിയ പ്രചാരണങ്ങൾ, ഈ പറയുന്ന LDF എല്ലാം പറഞ്ഞത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ് എന്നാണ്. അത് നിങ്ങൾ നിഷേധിക്കരുത്.